ഇഷ്ടം പോലെ വെണ്ടയ്ക്കയൊക്കെ കിട്ടുമ്പം നമുക്ക് ഒട്ടും വഴുവഴുപ്പില്ലാതെ തോരനൊക്കെ വെച്ച് കൂട്ടാം. നല്ല ടേസ്റ്റുള്ള ഒന്നാണ്. പണ്ടൊക്കെ അമ്മമാർ പറയാറുണ്ടായിരുന്നു, ആട്ടിറച്ചിക്ക് തുല്യമാണ് വെണ്ടയ്ക്ക എന്ന് പറയാറുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള വെണ്ടയ്ക്ക തോരൻ വയ്ക്കാൻ പലർക്കും ഈ വഴുവഴുപ്പുള്ളത് കൊണ്ട് ബുദ്ധിമുട്ടാണ്. എന്നാൽ വഴുവഴുപ്പില്ലാതെ എങ്ങനെ തോരൻ വയ്ക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 10ഓളം വെണ്ടയ്ക്ക എടുത്ത് അറ്റം ഒന്ന് കണ്ടിച്ച് കളഞ്ഞ ശേഷം ഇതുപോലെ ഒന്ന് പിളർന്ന് നോക്കി അതിനകത്ത് കേടുണ്ടോ എന്ന്. എന്നിട്ട് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് വയ്ക്കാം. ഈ കട്ട് ചെയ്ത വെണ്ടയ്ക്ക വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി 2 പച്ചമുളക് ചെറുതായിട്ട് അങ്ങ് അരിഞ്ഞെടുക്കാം. നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് 2 എണ്ണം മതി. അതങ്ങ് മാറ്റി വെച്ചു. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു അരമുറി തേങ്ങ ചുരണ്ടിയതും ഒരു 5 ചുവന്നുള്ളിയും 2 പച്ചമുളകും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് അരയണ്ട, തോരൻ്റെ അരപ്പായിട്ട് അരച്ചാൽ മതി. ഇനി ഒരു പാൻ എടുത്ത് വെച്ച് അതിലേക്ക് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് 1 സ്പൂൺ കടുക്, പിന്നെ 1 സ്പൂൺ അരി ഇത്രയിട്ട് പൊട്ടിക്കുക. അതോടെ 2 ചുവന്ന മുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതിനകത്തേക്കിട്ട് ഒന്ന് ഇളക്കാം. അതുപോലെ അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും അതിനകത്തേക്ക് പച്ചമുളക് കുറച്ച് എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ചെയ്യുന്നത് ഈ വെണ്ടയ്ക്കയിലേക്ക് നമ്മുടെ ഇതിൻ്റെ വഴുവഴുപ്പ് പോകാൻ വേണ്ടിയിട്ട് അരമുറി നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് നിന്ന് മിക്സ് ചെയ്തു. നാരങ്ങാ നീര് ചെല്ലുമ്പോഴേക്കും ഇതിൻ്റെ ഈ വഴുവഴുപ്പ് ഇതങ്ങ് മാറിപ്പോവും. കണ്ടില്ലേ? ഇനി പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് ചെറിയ തീയിൽ അല്പസമയം ഇളക്കിക്കൊണ്ടിരിക്കുക. 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇളക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇളക്കുമ്പം ബാക്കി വഴുവഴുപ്പുണ്ടെങ്കിൽ അതും കൂടെ പോവും. തുറന്ന് വെച്ച് ഇങ്ങനെ ജസ്റ്റ് ചെറിയ തീ വെച്ച് ഇളക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതാണ് നല്ലത്. ഇനി നന്നായിട്ട് ചെറിയ ഫ്ലെയിമിലിട്ട് വഴറ്റുക. ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അരപ്പില്ലേ അതങ്ങ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് അപ്പോൾ ഫ്ലെയിം എപ്പോഴും കുറച്ച് തന്നെ ഇടാവുള്ളൂ. പതുക്കെ ഇളക്കി ഇതിനകത്തെ വെള്ളം അങ്ങ് പറ്റും. അരപ്പിൻ്റെ വെള്ളവും ഇതെല്ലാം കൂടെ അങ്ങ് ഡ്രൈ ആയി നല്ല തോരനാക്കി എടുക്കാം. ഇപ്പം ക്ഷമയോടുകൂടി അവിടെ ഇട്ട് ഒന്ന് ഇളക്കി എടുത്തെങ്കിലേ ഇങ്ങനെ ആവുള്ളൂ. വെണ്ടയ്ക്ക തോരൻ എടുക്കുമ്പം സമയമെടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. എങ്കിൽ മാത്രം ഞോളപ്പ് ശരിക്ക് പോകുള്ളൂ. പിന്നെ നമ്മൾ നാരങ്ങാനീര് ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി വെണ്ടയ്ക്കയുടെ കൂടെ മുട്ടയും കൂടെ ചേർത്തിട്ട് തോരൻ വയ്ക്കാൻ പറ്റും. അതും നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ സമയത്ത് നടുഭാഗത്തേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞാൽ ഇളക്കി ഫ്രൈ ആക്കിയിട്ടുണ്ടെങ്കിൽ മുട്ട തോരനായി. ഇപ്പം ഞാൻ മുട്ട ഇവിടെ ചേർക്കുന്നില്ല. നല്ല രുചികരമായിട്ടുള്ള തോരനാണിത്. അപ്പം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന, വഴുവഴുപ്പൊക്കെ കളഞ്ഞു വയ്ക്കാവുന്ന ഈ തോരൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.